ഹായ് ഹലോ, നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഫസ്റ്റ് മുട്ടയുണ്ട്, 2 കപ്പ് മൈദ, അതായത് ഇത് 2 kg ബാറ്ററാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത്. അത് 2 കപ്പ് മൈദയിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കൽ കുറവാണ്, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ 2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, സൺഫ്ലവർ ഓയിൽ, 1 പിഞ്ച് ഉപ്പ്, വാനില എസൻസ്, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2 kg ബാറ്ററല്ലേ, അപ്പം ഒരു 8 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമ്മളീ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലോട്ടിട്ട് നന്നായിട്ട് നല്ലൊരു മിൽക്കി കൺസിസ്റ്റൻസിയിൽ അതൊന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, ഇതിപ്പോൾ 2 കിലോയ്ക്ക് സാധാരണ 1/2 കപ്പാണ് സൺഫ്ലവർ ഓയിൽ വരുന്നത്, പക്ഷേ ഞാൻ ഒരു 1/4 കപ്പും കുറച്ചുകൂടെ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡൊന്ന് കുറച്ചിടണം. അതിനുശേഷം ഈ പൊന്തി വന്ന ബാറ്റർ താഴ്ന്നു പോകാതെ മാവ് കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ കേക്ക് 1 kg മാത്രമേ ഒരു ഓർഡറുള്ളൂ. അപ്പോൾ അത് 1 kg കേക്കിനുള്ള ബാറ്റർ ഒരു 8 ഇഞ്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇത്ര എമൗണ്ട് വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നത് ആ 1 kgയുടെ ബാറ്റർ 2ആയിട്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതിൽ ഒന്നിലേക്ക് ഒരു റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വൈറ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് അത് അങ്ങനെ കളർ വന്നത്. പിന്നെ ബാലൻസ് വന്ന ഒരു 1/2 kg ബാറ്ററിലേക്ക് പിസ്ത ഫ്ലേവർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്കൊരു സ്വിസ് റോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 റെഡും ഈ ഗ്രീൻ കളറിലെയും ബാറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നടക്കുന്നത്. സ്പോഞ്ചിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ, ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ്, ഇത് സാധാ ഷുഗർ സിറപ്പല്ല, അതിലേക്ക് നമ്മൾ നമ്മുടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമില്ലേ അതിൽ കുറച്ചുകൂടെ മിക്സ് ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഓരോ ലെയറിലും ക്രീം തേച്ച് കൊടുത്ത് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുത്തു. ഇത് ലാസ്റ്റ് ലെയറും വെച്ചു, 3 ലെയറും കട്ട് ചെയ്തതിനകത്തും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ്. അപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇനി നമ്മൾ ബാലൻസ് ഉണ്ടാക്കിയ 2 കേക്കില്ലേ, അത് നമ്മൾ സിസ് റോളായിട്ട് റോൾ ചെയ്ത് വെച്ച് അതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാം. ബേക്കറിയിൽ നിന്ന് പ്രത്യേകിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്നും ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ഇത്രയും പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.